മാറ്റത്തിലൂടെ നമ്മുടെ സാമൂഹിക മാറ്റം. മലയാളി സമൂഹം ലോകത്തിന് മുന്നിൽ വേറിട്ടൊരു സമൂഹമായി നിലനിൽക്കും. വിശിഷ്ട വ്യക്തികൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അവരെയെല്ലാം നമ്മുടെ സ്കൂളിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനായ PTA പ്രസിഡന്റ് ശ്രീ RC അരുൺകുമാർ, വിദ്യാർത്ഥികൾ, അവരിൽ നടക്കാൻ കഴിയാത്തൊരു മീറ്റിംഗ് തിരുവനന്തപുരത്തിൽ പങ്കെടുക്കേണ്ടി വന്നതുകൊണ്ട് ഇവിടെ പ്രിൻസിപ്പലിനോടും ഹെഡ്മിസ്ട്രസിനോടും PTA പ്രസിഡന്റിനോടും സംസാരിച്ച് സ്വാഭാവികമായും ഒരു പൊതു വിദ്യാഭ്യാസ വകുപ്പിന് ഒരു പൊതു നിർദ്ദേശം കാണുമായിരിക്കും. പക്ഷേ നമ്മുടെ വിജയികൾ, പ്രതിഭകൾ, എല്ലാ വിഷയത്തിനെ പ്രസിദ്ധിക്കുകയോ 30 വിഷയത്തിനെ പ്രസിദ്ധിക്കുകയോ എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നിൽക്കുന്ന രക്ഷകർത്തൃ സമൂഹ മാറ്റത്തിലൂടെ നമ്മുടെ സാമൂഹിക മാറ്റം. മലയാളി സമൂഹം ലോകത്തിന് മുന്നിൽ വേറിട്ടൊരു സമൂഹമായി നിലനിൽക്കും. നിർബന്ധമായി നമുക്ക് 19-ാം തീയതിയാണ് പുതിയ ഗവൺമെന്റ് ബഡ്ജറ്റ്. ആ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്നതൊക്കെ നമുക്ക് അപ്പോഴേ അറിയാൻ വേണ്ടി കഴിയും. സൗവർണിക RS എം അടുത്തതായി ഈ നാടിന് തന്നെ അഭിമാനകരമാകുന്ന നിലയിൽ ഇങ്ങനെ കുറേ കാലങ്ങൾ കൊണ്ട് വളരെ മികച്ച വിജയം. പക്ഷേ ഈ സബ്ജില്ലാതെ പ്രഗത്ഭരായിട്ടുള്ള നിങ്ങൾ ആദരിച്ച വിദ്യാർത്ഥിനികൾ ഭാവിയിൽ ഈ നമ്മളെല്ലാം ഇവിടെ MLA ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ വേറെ ഒന്നല്ല, കാരണം നിങ്ങൾ ഇങ്ങനെ പിരിമുറുക്കത്തിരിക്കുമ്പോൾ ഫുട്ബോൾ കളി കാണുന്നവർ എത്ര പേരുണ്ട്? TV നമ്മുടെ വേൾഡ് കപ്പ് കാണുന്നവർ എത്ര പേരുണ്ട്? ഇന്നലത്തെ കളി ആരെങ്കിലും കണ്ടോ? നമ്മുടെ ജില്ലാ മെമ്പറായ ഗോപു അവളുകൾ, മറ്റ് അധ്യാപകരെ, നമ്മുടെ സ്കൂളിൻ്റെ HM, പ്രിൻസിപ്പൽ, മറ്റു മക്കളെ, നമ്മൾ ഇന്നിവിടെ PHSയിലെ കുട്ടികൾ, രക്ഷകർത്താക്കൾ, PTA മെമ്പേഴ്സ്, SMC മെമ്പേഴ്സ്. കാരണം ഇന്ത്യ ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ യൂത്ത്. യൂത്ത് പവർ എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരവും ഏറ്റവും അനുഗ്രഹപ്രദവുമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് ഇവിടുന്ന് ഉന്നത വിജയം കരസ്ഥമാക്കിയ +2-ലെ കുട്ടികൾ, ആ കുട്ടികളോട്, അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ, ഇവർക്കെല്ലാം നല്ല രീതിയിൽ പഠിച്ച് ജീവിതത്തിൽ ഉന്നത